ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ അനുദിനം ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കും നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കും പല സമയങ്ങളിലും ഫോറിൻ കറൻസി ആവശ്യമായിട്ട് വരാം. എസ്പെഷ്യലി ഡോളർ, GBP, ജാപ്പാനീസ് യെൻ, ഓസ്ട്രേലിയൻ ഡോളർ ഓർ കനേഡിയൻ ഡോളർ, ഇതേപോലെയുള്ള കറൻസികളിലുള്ള ട്രാൻസാക്ഷൻസ് പലപ്പോഴും നമ്മൾ നടത്താറുണ്ട്. നിങ്ങളൊരു വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏൺ ചെയ്യുന്നത് ഈ പറയുന്ന ഏതെങ്കിലും ഫോറിൻ കറൻസിയിലാണെങ്കിൽ തന്നെയും പല സമയങ്ങളിലും നിങ്ങൾ ഈ പണം ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ അത് ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഒരിക്കൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഫോറിൻ കറൻസി ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം മറ്റേതെങ്കിലും ഫോറിൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് യൂഷ്വലായിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നിങ്ങൾ ഫോറിൻ കറൻസിയിൽ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ പണത്തിന് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് ഫോറിൻ കറൻസിയിൽ തന്നെ കീപ്പ് ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരാം. സാധാരണയായിട്ട് GCC കൺട്രീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ അവർ ഏൺ ചെയ്യുന്ന പണം നോർമൽ കേസിൽ ഇന്ത്യൻ റുപ്പീസായിട്ട് കൺവേർട്ട് ചെയ്ത് അവർ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ പല അവസരങ്ങളിലും ഇതേപോലെയുള്ള പ്രവാസികൾ ഈ ഫോറിൻ കറൻസി ആയിട്ട് തന്നെ അവരേത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും പലരും ഫോളോ ചെയ്യാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ പല സമയങ്ങളിലും നമുക്ക് ഫോറിൻ കറൻസി ആവശ്യമായിട്ട് വരാം. അതായത് എസ്പെഷ്യലി ഡോളർ. നിങ്ങളെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നിങ്ങൾക്ക് ഡോളർ ആവശ്യമായിട്ട് വരാം. വിദേശത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുകൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികളും സാധാരണയായിട്ട് വിദേശത്തേക്ക് പണം അയക്കാറുണ്ട്. അതിനുപരിയായിട്ട് പല സമയങ്ങളിലും വിദേശ രാജ്യങ്ങളിലെ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന വ്യക്തികൾക്കും ഫോറിൻ കറൻസി ആവശ്യമായിട്ട് വരും. ഡോളറിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോറിൻ കറൻസിയുടെ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫോറിൻ കറൻസി വാങ്ങി കീപ്പ് ചെയ്യുന്നത്, അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പിയിൽ ഉണ്ടാകാവുന്ന ഡിപ്രീസിയേഷൻ ഒരു പരിധി വരെയും എങ്ങനെയാണ് നമുക്കൊരു പ്രോഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതേപോലെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഫോറിൻ കറൻസിയിലാണ് അവർ ഏൺ ചെയ്യുന്നത്. അത് പല രീതിയിലും ആ പണം അവർക്ക് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന രാജ്യത്ത് തന്നെ കീപ്പ് ചെയ്യുകയോ ചെയ്യാം. കഴിഞ്ഞ 2 മാസം മുന്നേ പബ്ലിഷ് ചെയ്തൊരു വീഡിയോയിൽ FCNR ഡെപ്പോസിറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് 5 ഫോറിൻ കറൻസികളിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വിദേശത്ത് നിന്ന് പണം അയക്കുമ്പോൾ ഡെപ്പോസിറ്റ് നിങ്ങളൊരു ഫോറിൻ കറൻസിയിൽ, അതായത് ഡോളറിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് FCNR അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് NRI അക്കൗണ്ടുള്ള ബാങ്കിലൂടെ തന്നെ FCNR അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. FCNR അക്കൗണ്ടിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഡോളറോ GBPയോ അല്ലെങ്കിൽ ജാപ്പാനീസ് യെന്നോ ഏത് കറൻസിയാണ് 5 ഫ്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കറൻസികളിലാണ് FCNR അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. നോർമലി കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഡോളർ FCNR അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. FCNR അക്കൗണ്ടിൽ നിക്ഷേപം നടത്തുന്ന തുകയ്ക്ക് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് 6% വരെയും ഇൻട്രസ്റ്റ് പല ബാങ്കുകളും നൽകുന്നുണ്ട്. ഈ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് 31 മാർച്ച് വരെ ആപ്ലിക്കബിൾ ആണ്. മാർച്ചിന് ശേഷം FCNR ഡെപ്പോസിറ്റുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. FCNR ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾക്ക് 2-3 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഹയർ റേറ്റിലുള്ള ഒരു ഇൻട്രസ്റ്റ് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഡെപ്പോസിറ്റ് മെച്യൂർ ആകുന്ന സമയത്ത് ഡോളറിൻ്റെയോ അല്ലെങ്കിൽ ഏത് കറൻസിയിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ആ കറൻസിയുടെ വില അനുസരിച്ച് നിങ്ങൾക്ക് മെച്യൂരിറ്റി വാല്യൂ ലഭിക്കുന്നതാണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നൊരു ഡോളറിൻ്റെ വില 87 രൂപയാണ്. 5 വർഷത്തേനാണ് FCNR ഡെപ്പോസിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം ഈ നിക്ഷേപം മെച്യൂർ ആകുന്ന സമയത്ത് ഒരു ഡോളറിന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ്റെ ഇനത്തിൽ തന്നെ നിങ്ങൾക്ക് 5 രൂപ എക്സ്ട്രാ ആയിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ FCNR ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്
100% ടാക്സ് ഫ്രീ ആണ്. വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന വ്യക്തികൾക്ക്, അതായത് മുൻ പ്രവാസികൾക്ക് RFC റെസിഡൻസ് ഫോറിൻ കറൻസി എന്ന പേരിൽ ഇതേപോലെയുള്ള 5 കറൻസികളിൽ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് RFC ഡെപ്പോസിറ്റിൻ്റെയും FCNR ഡെപ്പോസിറ്റിനും സെയിം റേറ്റ് ഇൻട്രസ്റ്റ് ആണ് നൽകുന്നത്. പക്ഷെ ഇതിൽ ഉള്ള ഒരു മെയിൻ ഡിഫറൻസ്, നിങ്ങൾ RFC ഡെപ്പോസിറ്റ് ആണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സബിൾ ആയിരിക്കും. ഇനി ഒരു റെസിഡൻറ്റ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അദ്ദേഹത്തിന് ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ഫോറിൻ കറൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ 2-3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സാധാരണ US$ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് നിങ്ങളുടെ ട്രാവൽ ഡേറ്റിന് ഏകദേശം 2 മാസം മുന്നേ തന്നെ നിങ്ങൾക്ക് ഫോറിൻ കറൻസി നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഫോറിൻ കറൻസിയിൽ ഡെപ്പോസിറ്റുകൾ ഇന്ത്യയിൽ കീപ്പ് ചെയ്യാനായിട്ട് ഒരവസരം നൽകുന്നത് ഗിഫ്റ്റ് സിറ്റി അഹമ്മദാബാദിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇന്ത്യൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഫോറിൻ കറൻസി കീപ്പ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു അവസരം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഡെപ്പോസിറ്റ് ഗിഫ്റ്റ് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവിടെ നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും നമുക്കുണ്ട്. ഗിഫ്റ്റ് സിറ്റിയിൽ FCA, അതായത് ഫോറിൻ കറൻസി അക്കൗണ്ട്, അതായത് US$ സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ US$ കറണ്ട് അക്കൗണ്ടോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു വർഷം $2,50,000 വരെയും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ. അത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാകാം, ഏതെങ്കിലും മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിനാകാം, മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിനാകാം. ഇങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് US$ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്, അതോടൊപ്പം തന്നെ US$ കീപ്പ് ചെയ്യുന്ന കറൻസിക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അഹമ്മദാബാദ് ഗിഫ്റ്റ് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മിക്കവാറും ബാങ്കുകൾക്കെല്ലാം അവിടെ ബ്രാഞ്ചുകളുണ്ട്. അതായത് US$ SB അക്കൗണ്ടോ US$ കറണ്ട് അക്കൗണ്ടോ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പണം നിങ്ങൾക്ക് അവിടെ US$ ആയിട്ട് കീപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ US$ കറൻസിയിലോ അല്ലെങ്കിൽ മറ്റ് കറൻസികളിലോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും നിങ്ങളുടെ പണം കീപ്പ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി പല ബാങ്കുകളും നൽകുന്നുണ്ട്. നമ്മൾ സാധാരണ SB അക്കൗണ്ടിൽ ഇന്ത്യൻ റുപ്പി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ US$ കറൻസിയിൽ നിങ്ങൾക്ക് SB അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഓപ്പൺ ചെയ്ത് അതിൽ പണം നിക്ഷേപിച്ച്, അതായത് ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്ത് US$ ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 2 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് US$ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് മുതലേ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇന്ത്യൻ റുപ്പി US$മായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഡെപ്പോസിറ്റുകൾ ഉപകരിക്കും. അതോടൊപ്പം US$ൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന ഈ നിക്ഷേപത്തിന് SB അക്കൗണ്ട് ആണെങ്കിലും FD ആണെങ്കിലും നിങ്ങൾക്കതിന് റീസണബിൾ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റും പല ബാങ്കുകളും നൽകുന്നുണ്ട്. നമ്മൾ FCNRൽ നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും മെച്ചമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് സാധാരണയായിട്ട് ഗിഫ്റ്റ് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഇതേപോലെയുള്ള ഫോറിൻ കറൻസി ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്നത്. ഫെബ്രുവരി 2024 US$ഉം ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ള കൺവേർഷൻ റേറ്റ് 82.64 ആയിരുന്നു. അത് ഫെബ്രുവരി 2025 ഏകദേശം 1 വർഷങ്ങൾക്ക് ശേഷം 87.79 വരെയായി. ഏകദേശം 6.2% ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. 2025 നിങ്ങൾക്ക് ഈ ഫോറിൻ കറൻസിയുടെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ, ഇതേപോലെ നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാകാവുന്ന നഷ്ടം അവോയ്ഡ് ചെയ്യാമായിരുന്നു. 1947 US$, ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ള കൺവേർഷൻ റേറ്റ് ₹3.30 ആയിരുന്നു. അത് 2025 ഏകദേശം 87.79 വരെയും എത്തി. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFE നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 2024 നിങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ $40,000 ആവശ്യമായിരുന്നു.
2024 ഫെബ്രുവരിയിലെ കൺവേർഷൻ റേറ്റ് അനുസരിച്ച്, അതായത് 82 രൂപ 64 പൈസ കൺവേർഷൻ റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പി വേണ്ടിയിരുന്നത് ഏകദേശം 33,05,600 രൂപയാണ്. എന്നാൽ 2025 ഫെബ്രുവരിയിൽ ഇതിൻ്റെ കൺവേർഷൻ റേറ്റ് ഏകദേശം 86 രൂപ 60 പൈസയായി. ഇതിൽ നിന്ന് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 1,58,400 രൂപയാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് സാധാരണയായിട്ട് US-ലും മറ്റും പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പം എസ്പെഷ്യലി നിങ്ങളുടെ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് ഫോറിൻ കറൻസി പല രീതിയിലും അക്യുമുലേറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചാൽ ഭാവിയിലേക്ക് വരാനിരിക്കുന്ന ഇന്ത്യൻ റുപ്പിയിലുള്ള ഡിപ്രീസിയേഷൻ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സാധാരണ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ യൂസ് ചെയ്ത് പണം വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വിദേശത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികളാണ്, അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള കാർഡുകൾ ഉപയോഗിച്ച് വിദേശത്ത് നിന്ന് പണം വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആകേണ്ട ഒരു കാര്യം, ഇവിടെ നോർമൽ ഫോറക്സ് റേറ്റ് കൺവേർഷൻ ഉപരിയായിട്ട് 2 മുതൽ 3% വരെയും എക്സ്ട്രാ എക്സ്പെൻസസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ചാർജ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിദേശ കറൻസി ആവശ്യമായിട്ടുള്ള സമയങ്ങളിലോ അത് പ്രീ പ്ലാൻ ചെയ്യുക. സാധാരണയായിട്ട് ഫോറക്സ് ഡീല് ചെയ്യുന്ന ഏജൻസികൾ ഫോറക്സ് കാർഡുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഫോറക്സ് കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഫോറിൻ കറൻസി നമ്മൾ ഏത് ദിവസമാണോ ആ കാർഡ് വാങ്ങുന്നത് ആ ദിവസത്തെ റേറ്റ് വെച്ചിട്ടാണ് അതവിടെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്യൂച്ചറിലേക്ക് നമ്മൾ എടുക്കുന്ന ഈ ഫോറിൻ കറൻസിയുടെ റേറ്റിൽ ഫ്ലക്ച്വേഷൻ വന്നാലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. NRIസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോറിൻ കറൻസിയിലുള്ള ഡെപ്പോസിറ്റിന് സാധാരണയായിട്ട് ഫോർവേഡ് കോൺട്രാക്ട്സ് ചെയ്യാവുന്നതാണ്. അതായത് 5 വർഷത്തേനാണ് നിങ്ങൾ ഡെപ്പോസിറ്റുകൾ നടത്തുന്നതെങ്കിൽ പല ബാങ്കുകളും ഈ FCNR ഡെപ്പോസിറ്റിന് തന്നെ 5 വർഷം കഴിയുമ്പോൾ $, അല്ലെങ്കിൽ ഏതാണോ ഫോറിൻ കറൻസി നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയം തന്നെ ഒരു ഫോർവേഡ് കോൺട്രാക്ട് എൻ്റർ ചെയ്യുകയും 5 വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് മെച്യൂർ ആകുന്ന സമയത്ത് എത്രയാണ് നിങ്ങൾക്ക് കൺവേർഷൻ റേറ്റ് കിട്ടുക എന്നത് നമുക്ക് മുൻകൂട്ടി അറിയുവാൻ സാധിക്കും. അതാണ് ഫോർവേഡ് കോൺട്രാക്റ്റുകൾ. പലപ്പോഴും ഇതേപോലെയുള്ള ഫോർവേഡ് കോൺട്രാക്റ്റുകൾ നിങ്ങൾ ബാങ്കുമായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഈ ഫോറിൻ കറൻസി ഡെപ്പോസിറ്റ് മെച്യൂർ ആകുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് ലഭിക്കുന്നതെന്ന് മുൻകൂട്ടി അറിയാൻ പറ്റും. ഫോറിൻ കറൻസി ഡെപ്പോസിറ്റുകളിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഫോർവേഡ് കോൺട്രാക്റ്റുകൾ ഉപകാരപ്പെടും. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200ഓളം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.